ഹായ് അസ്സാം വലൈക്കും. എല്ലാവർക്കും സെമി കിച്ചണിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഒരു കായ്പോളയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അത് എങ്ങനെ ഉണ്ടാക്കണേ നോക്കട്ടോ. ഞാൻ അതിന് വേണ്ടിയിട്ട് 3 പഴമാണ് കേട്ടോ എടുത്ത് വെച്ചത്. ഇത്ര പഴുത്ത പഴമാണ് എടുത്ത്. അത് ഞാൻ 4ആക്കി കീറിയിട്ട് ഒരു ബൗളിലോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടോ. ഇത് ഈ കനത്തിലാണ് കേട്ടോ അരിഞ്ഞെടുത്തത്. ഞാൻ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള 4 മുട്ട ഒരു മിക്സിൻ്റെ ജാറിൽ ഒഴിച്ച് കൊടുത്തിട്ട് നുള്ളി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള മധുരം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടോ. നല്ലോണം മിക്സിയിലിട്ട് അടിച്ച് വെക്കട്ടോ. ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇത് നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്താണെന്ന് വെച്ചാൽ അത് വറുത്ത് കോരാനുള്ളതാണ് കേട്ടോ. ഞാൻ ഇവിടെ ബദാം ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അതാണ് ഞാൻ ഇവിടെ വറുത്ത് കോരുന്നത്. അത് വറുത്ത് നല്ലോണം വറവായി വന്നപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതേ പാനിൽ തന്നെ കുറച്ചുകൂടി നെയ്യ് ഒഴിച്ചിട്ട് നമുക്കിതാ നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള പഴം ഞാൻ ഇതിലിട്ട് വാട്ടുകയാണ് കേട്ടോ. ഇത് കുത്തി ഉടഞ്ഞ് വാട്ടൊന്നും വേണ്ട കേട്ടോ. ഒന്ന് ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വാട്ടിയെടുത്താൽ മതിയേ. അതൊക്കെ ഞാൻ മിക്സിൻ്റെ ജാറിൽ മുട്ട നല്ലോണം അടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ കായൊക്കെ ഒരു വിധം ബ്രൗൺ ഷെയ്ഡായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇത്രയും മതിയാവും കേട്ടോ. ഞാൻ ഈ കായ വാട്ടിയത് ഈ മുട്ടൻ്റെ മിക്സിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു ഫ്രൈ പാനിലാണ് കേട്ടോ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് നെയ്യ് ഒഴിക്കുക കേട്ടോ. ഈ പോളക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതാ ഈ മിക്സ് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഇതിൻ്റെ അടിയിൽ വേറൊരു പഴയൊരു പാന് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാണ് നമുക്കിതൊന്ന് ഏറ്റവും കുറഞ്ഞ തീയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി മൂടി വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 3 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തുറന്നിട്ട് നമുക്ക് വറുത്ത് കോരിയത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് നിരത്തി കൊടുക്കാം കേട്ടോ. എല്ലാതും ഇങ്ങനെ ഇതിൻ്റെ മുകളിലോട്ട് നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലോണം ഒന്ന് അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ എനിക്ക് കായ്പോള റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേറൊരു പാനിൽ കുറച്ച് ഗീ ഒഴിച്ചിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാമേ. ഇതിൻ്റെ മുകൾ വശം കൂടി ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ ഇത് കായ്പോള കരിഞ്ഞിട്ടൊന്നുമില്ല, നല്ല സൂപ്പറായിട്ട് തന്നെ വന്നിട്ടുണ്ട്.